പണിക്കരെ എന്താണാവോ? എന്താ ഇവിടെ ഇരിക്കണേ ചോദിച്ചാ? അത്രേ ഉള്ളൂ. കാറ്റ് കൊള്ളാനിരിക്കുക. നമസ്കാരമുണ്ട്. നടക്കാനിറങ്ങിയതാവും. അതെ, ഞാനും നടക്കണോന്ന് വിചാരിച്ചിറങ്ങിയതാ. ഈ ആണിക്കാലം വെച്ചോണ്ടോ? ഞാനൊരു തമാശ പറഞ്ഞതാ. മനസ്സിലായി. എന്താ നാള്? പണിക്കർക്ക് ഗണിച്ചു പറയാമോ? പരീക്ഷിക്ക. ആയിക്കോട്ടെ. ഒരു സംഖ്യ പറഞ്ഞേ. 69. 6 9 6 9 15. അഥവാ ഇകാരാന്ത്യം. ഇതിനുള്ളിൽ ഒരു നാളാണ്. ആയിലും അമ്മിലും ഈലും അല്ലാതെ അവസാനിക്കുന്ന ഒരു നാള് പറയാമോ? ഉണ്ടല്ലോ, അത്തമു. എന്താ പുതിയ നക്ഷത്രമാണോ? അത്തത്തിന്റെ തെലുങ്കാണ് അത്തമു. വേലയൊന്നും എന്നോട് വേണ്ട. അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ടിറങ്ങി തിരിച്ചിരിക്കാണല്ലേ? എന്റെ ഒരു കാരണവരെ ജ്യോത്സ്യനായിരുന്നു. ഞാനും കുറെയൊക്കെ ബെടായി പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ജ്യോത്സ്യമൊക്കെ വെറും ബെടായി എന്നാണ് അഭിപ്രായം അല്ലേ? പണിക്കർക്ക് എന്ത് തോന്നുന്നു? അതൊരു കുഴപ്പിക്കണ ചോദ്യാണല്ലോ. സത്യം പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. മുഴുവൻ അങ്ങട്ട് ശരിയല്ല, എന്നാ തെറ്റുമല്ല. എന്താ സാറിന്റെ അഭിപ്രായം? ശരിക്ക് പഠിച്ചാൽ 50% വരെ ശരിയാക്കാം. ബാക്കി 50% മായാണല്ലോ. അതിപ്പോ എന്തിലുണ്ടല്ലോ, പെട്രോളിലായാലും ചായയിലായാലും ആശുപത്രി മരുന്നിലായാലും 50% മായാണല്ലോ. നല്ല ന്യായം പണിക്കരെ. നക്ഷത്രങ്ങളുടെ സ്വാധീന ശക്തി ഒരു യാഥാർത്ഥ്യം. പക്ഷേ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ പേര് അസ്ട്രോണമി എന്നാണ്, അസ്ട്രോളജി എന്നല്ല. അതെ. പഠിച്ചവർ എത്ര പേരുണ്ട്? അത് ശരി, എന്നെ പോലെ പാരമ്പര്യമായിട്ട് പഠിച്ചവർ. പണിക്കര് ഏതുവരെ പഠിച്ചു? 3ാം തരം. തോറ്റോ ജയിച്ചോ? അല്ല, 2ന്ന് ജയിച്ചു. അപ്പോ 3 തോറ്റു എന്നർത്ഥം. വലിയ വലിയ ഗണിത ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പഠിക്കാൻ വിഷമമുള്ളതാണ് ജ്യോതിഷശാസ്ത്രം. അവിടെയാണ് പണിക്കരെന്ന 2ാം ക്ലാസ്സുകാരൻ ആണിക്കാലുമായി നിൽക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. അയ്യോ, എക്സ്ക്യൂസ് മീ. യെസ്. മിസ്റ്റർ മാധവനുണ്ണി എന്നൊരാൾ ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. എനിക്ക് ആളെ ഒന്ന് കാണണമായിരുന്നു. മാധവനുണ്ണി ഹെഡ് ഓഫീസിൽ പോയിരിക്കാണല്ലോ, ഉച്ചയ്ക്കെത്തും. നിങ്ങൾ? ഞാൻ മിസ്റ്റർ ഉണ്ണിയുടെ ഒരു ഫ്രണ്ടാണ്. എന്താ കാര്യം? നേരിട്ട് പറയാനുള്ളതാണ്. പോട്ടെ. ആരും ഒന്നൊന്ന് പറയണം. മാലു. മാലു? അങ്ങനെ പറഞ്ഞാ മതി, അറിയും. എപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ. ഒരു പെൺകുട്ടി അന്വേഷിച്ചു വന്നിരുന്നു. ആരാ? മാലു. ഓ, മിസ്റ്റർ മാധവനുണ്ണി, മാലു നല്ല കുട്ടിയാ. യു ആർ ലക്കി. അടയ്ക്ക ഉണക്ക് കൂടി നന്നായി നുറുക്കിടണോണ്ടാ. ഇതൊക്കെ ആ കുട്ടിയുടെ പണിയാ, മാലുന്റെ. ഒരു നിമിഷം ആ കുട്ടിയുടെ നാവും കൈയും വെറുതെ ഇരിക്കില്ല. ചിരിച്ച് ചിരിച്ചുണ്ട് വയറിൽ നീര് വീണു. എടുക്കുക അമ്മയെ പോലെ. വിലാസിനി അമ്മ ഇതുപോലെ ആയിരുന്നു, ഇത്തിരി നിറം ഉണ്ടായിരുന്നേ ഉള്ളൂ. എനിക്കൊരാശ, ഉണ്ണി സമ്മതിച്ചെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കായിരുന്നു. നമുക്ക് തരുവോ? ഇപ്പൊ അവര് വലിയ നിലയിലല്ലേ, ചോദിച്ച് നാണം കെട്ടാ മോശ. നല്ല ചേർച്ചയാ രണ്ടാളും. നോക്കാം. ഞാൻ ബാങ്കിൽ വന്നിരുന്നു. ടൗണിൽ വന്നപ്പോ വെറുതെ ഒന്ന് കയറിയതാ. എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഈ മൗനവ്രതം നിനക്കിത് എന്തിന്റെ കേടാ? അച്ഛനോട് പറയേ, വേഗം ഒരു കല്യാണം കഴിച്ചു തരാൻ. പറഞ്ഞിട്ടുണ്ട്. പറ്റിയ ഒരു ചെക്കനെ തേടിക്കൊണ്ടിരിക്കുക. മാലു, എന്തിനാ എപ്പോഴും ഇങ്ങനെ പിറകെ കൂടി എന്നെ ശല്യപ്പെടുത്തുന്നത്? ആർക്കും ഒരു ഉപദ്രവം ഞാൻ ചെയ്യുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞുകൂടിക്കോട്ടെ. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിയ പോരല്ലോ. ഉണ്ണിയേട്ടനൊരു വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കഴിയണമെന്നാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയണേ? ഉണ്ണിയേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ മരിച്ചുപോയ ആ കുട്ടിയെക്കുറിച്ചും. അച്ഛനെ അമ്മയും കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സോറി കുട്ടി, എനിക്ക് കഴിയണില്ല. തെറ്റായിരിക്കാം. അവളും ആ ഓർമ്മകളും
പിന്നെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കുന്നു? വൈ കാൻ യു കമ്മിറ്റ് സൂയിസൈഡ്? ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് തന്നെയാണ് ചോദിച്ചത്. ഞാൻ അച്ഛനോട് പറയും, നിന്റെ ഈ കളി അപകടത്തിലേക്കാ. അയാൾ വല്ല ആത്മഹത്യം ചെയ്താലോ? അങ്ങനെയെങ്കിൽ എത്ര മുൻപേ ചെയ്യുമായിരുന്നു. ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇത്തിരി ചങ്കുറപ്പൊക്കെ വേണം. ഉണ്ണേട്ടനൊരു പഞ്ചപാവാ. പുള്ളി സെന്റിമെന്റലായപ്പോ എനിക്ക് വിഷമം തോന്നി. ഒരുതരം സൈക്കോ ന്യൂറോസിസാ. എന്തായാലും ദേ വല്ല കുഴപ്പമുണ്ടായ ചേട്ടൻ വന്നെന്നെ കൊല്ലു കേട്ടോ. പിന്നെ ചേട്ടന്റെ പരാക്രമങ്ങളൊക്കെ പട്ടാളത്തിലേ നടക്കൂ, എന്റെ അടുത്ത് നടക്കില്ല. എന്താ മൂന്നാളും കൂടി ചിരിക്കണേ? ആനവാരി രാമൻ നായറിന് ഒരു കഥ ഉണ്ടത്രേ. ഇയാളെ കാണുമ്പോ ഒക്കെ മാലിനിക്കുട്ടിക്ക് ആ കഥ ഓർമ്മ വരും. ഉണ്ണി വന്നു, ഞാൻ ഈ കാപ്പി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. എന്നിട്ട് പറഞ്ഞു തന്നാ മതി കഥ. ഉണ്ണി സാർ വന്നോ? ഞാൻ കൊണ്ട് കൊടുക്കാം. അമ്മയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ഒക്കെ ശരിയാവും. എന്ത് എന്താണാവോ? ഒന്നുമില്ല. ഇവരിപ്പോ എന്തിനാ എന്റെ മെക്കിട്ട് കയറി ചാടി കളിക്കണാവോ? ഹലോ, കാപ്പി. ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാനിത് പറഞ്ഞത് കൊണ്ട് വല്ല കടുങ്കയും ചെയ്യൂന്ന്. പ്ലീസ്, മുറിയിൽ നിന്ന് ഇറങ്ങി പോണം. പൊയ്ക്കോളാം. കുടിച്ചിട്ട് ആ ഗ്ലാസ്സിങ്ങി തന്നേക്കൂ. ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? അതിൽ തുടരുത്. ഉരുകിപ്പോവൊന്നുമില്ലല്ലോ. ശ്ശോ. കൈ.